പ്രിയ സുഹൃത്തുക്കളെ, പെയിന്റിംഗ് തൊഴിലാളിക്കുന്ന ശ്രീജിത്താണ്. ഇദ്ദേഹം താമസിക്കുന്നത് ഷെഡുംകുന്ന് ശ്രീരാമജയം സ്കൂളിന്റെ തൊട്ടടുത്താണ് അദ്ദേഹം താമസിക്കുന്നത്. ഇദ്ദേഹത്തിന് കരൾ രോഗവുമായി ബന്ധപ്പെട്ട് അതീവ ഗുരുതരമായി ആശുപത്രിയിൽ തുടരുകയാണ്. ഇദ്ദേഹത്തിന്റെ കരൾ മാറ്റിവെക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കരൾ മാറ്റിവെക്കുന്ന വലിയ സാമ്പത്തിക ബാധ്യത ഉള്ളതിനാൽ ഇവിടെ ഇദ്ദേഹത്തിന് സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മനുഷ്യസ്നേഹികളുടെ കൂട്ടായ്മ രൂപീകരിച്ചിരിക്കുന്നു. അവർ ഇദ്ദേഹത്തിന് ചികിത്സയ്ക്ക് ആവശ്യമായ വലിയൊരു സാമ്പത്തികം സമാഹരിക്കുന്ന തിരക്കിലാണ്. പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കളും ഈ കാണുന്ന സ്കാനറിൽ അദ്ദേഹത്തിന് നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ചെറുതും വലുതുമായ സാമ്പത്തിക സഹായങ്ങൾ നൽകിക്കൊണ്ട് ശ്രീജിത്തിനെ നമുക്ക് ജീവിതത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന് വേണ്ടി നമുക്കെല്ലാവർക്കും കൈകോർക്കാം. ഒപ്പം തന്നെ ശ്രീജിത്ത് ആരോഗ്യപരമായി തിരിച്ചു വരട്ടെ പ്രാർത്ഥിക്കാം. ഞങ്ങളിപ്പോൾ ഉള്ളത് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ശ്രീരാമജയം LP സ്കൂളിനടുത്തുള്ള ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ വീട്ടിലാണ്. ഭാര്യയും 3 മക്കളും അടങ്ങുന്ന ശ്രീജിത്തിൻ്റെ കുടുംബം അന്നന്നത്തെ ജോലിയെടുത്ത് കുടുംബം പുലർത്തുന്ന ഒരു സാധാരണ കർഷക തൊഴിലാളി കുടുംബമാണ്. ശ്രീജിത്ത് ഗുരുതരമായ കരൾ രോഗത്തെ തുടർന്നുള്ള ചികിത്സയിലായിരുന്നു. ഇപ്പോൾ ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് കരൾ മാറ്റിവെക്കുകയല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല എന്നുള്ളതാണ്. കേരളത്തിലെ ഉന്നതമായ പല ആശുപത്രികളിലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തി ഒടുവിൽ ഇപ്പോൾ താരതമ്യേന ചിലവ് കുറച്ച് ഈ ചികിത്സ കണ്ടെത്താൻ കഴിയാവുന്ന ജിപ്മർ ആശുപത്രിയിലേക്ക് ചികിത്സ മാറ്റുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഏതാണ്ട് 20 ലക്ഷം രൂപ ഇതിനുവേണ്ടി ചിലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാധാരണ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അന്നന്ന് ജോലിയെടുത്ത് കുടുംബം പുലർത്തുന്ന ശ്രീജിത്തിൻ്റെ കൂടെ ഭാര്യയും പഠിക്കുന്ന 3 മക്കളാണുള്ളത്. പ്രായമായ അച്ഛനും അമ്മയും അവിവാഹിതനായ സഹോദരനുമാണ് കൂടെയുള്ളത്. ഇവരുടെ നിത്യജോലിക്ക് പോയി കിട്ടുന്ന വരുമാനം കൊണ്ടാണ് കുടുംബം ജീവിതം കഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാരിച്ച ചികിത്സയുടെ ചിലവ് കണ്ടെത്താൻ ഇവർക്ക് കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അത് ഈ കുടുംബത്തെ പരമാവധി സഹായിക്കണം. അതിനേക്കാൾ ഉപരിയായി നാട്ടിലെ ഏതെങ്കിലും പൊതുവായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീജിത്ത്. ഒരാൾക്കൊരു രക്തം ആവശ്യമായി വന്നാൽ മടി കൂടാതെ ഓടിയെത്തുന്ന ഒരു ചെറുപ്പക്കാരൻ. വടംവലി പോലെയുള്ള മത്സരത്തിലൊക്കെ തന്നെ നന്നായി പെർഫോം ചെയ്യുന്ന നല്ലൊരു കായിക താരം തുടങ്ങി നമ്മുടെ നാട്ടിലെ പൊതുവായി എല്ലാവരോടും വിപുലമായ സൗഹൃദങ്ങളും ബന്ധങ്ങളും കാത്തുസൂക്ഷിക്കുന്ന ശ്രീജിത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള പണം കണ്ടെത്താൻ നാട്ടുകാരുടെ നേതൃത്വത്തിലൊരു ചികിത്സാ സഹായ നിധി ശേഖരണത്തിന് വേണ്ടിയുള്ളൊരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഏറ്റവും വേഗത്തിൽ ഈ ചികിത്സ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയുള്ള വലിയ നെട്ടോട്ടത്തിലാണ്. ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ വാർത്ത കാണുന്ന, ഈ വാർത്ത ശ്രവിക്കുന്ന എല്ലാവരും നിങ്ങളെ സുഹൃത്ത് ബന്ധങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പരമാവധി സഹായങ്ങൾ നൽകി ശ്രീജിത്തിൻ്റെ കുടുംബത്തെ രക്ഷിക്കാനും അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാ സുമനസ്സുകളും സഹകരിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ ഈ നാടിനു വേണ്ടി ശ്രീജിത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ പ്രയത്നത്തിൽ പൂർണ്ണ ആരോഗ്യവാനായി ആ കുടുംബത്തിന് ശ്രീജിത്തിനെ തിരികെ നൽകാൻ വേണ്ടിയുള്ള വലിയ മാനവികമായ പ്രവർത്തനത്തിൽ ഈ നാടിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. പരമാവധി സഹായങ്ങൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങളും എല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ കുടുംബത്തെ സഹായിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു.